ഹലോ, പ്രജേഷാണേ. അപ്പോൾ രാത്രി 12 മണിക്ക് പയ്യാമ്പലത്ത് വന്നതാണ്. ആരും ഉണ്ടാവില്ലെന്നാ നമ്മൾ വിചാരിച്ചത്. നോക്കുമ്പോൾ ഇവിടെ നിറയെ ആളാണ് പയ്യാമ്പലം കിടപ്പം. രാത്രി 12 മണി കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് പ്രിയങ്കൻ്റെ ചേച്ചിയും ഭർത്താവും കുട്ടികളെല്ലാം നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് നമ്മളെ വീട്ടിലാണ് സ്റ്റേ. അപ്പോൾ അങ്ങനെ അവരെല്ലാം കൂട്ടിയിട്ട് വന്നതാണ്. പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെ ചാലിക്കാവിൽ ഉത്സവമാണ്. അപ്പോൾ അവിടെയൊക്കെ പോകാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ രാത്രി ഇറങ്ങിയതാണ്. ദേവുതയുടെ നമ്മളെ ഒട്ടകത്തിന്റെ പുറത്തെല്ലാം കയറുന്ന സ്റ്റാൻഡും വന്ന് കളിക്കുന്നുണ്ട്. ബാക്കി ഇവരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ മൊത്തം അപ്പുറമെല്ലാം കുറേ ആൾക്കാരുണ്ട്. ബയ്യാട്ടനും ഇത്തു വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. ദേവൂട്ടൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രാത്രി 12 മണിക്ക് ഇത് പയ്യാമ്പലം ബീച്ച്. നമ്മൾ ആദ്യമായിട്ടാണ് രാത്രി 12 മണിക്ക് വരുന്നത്. അപ്പൊ നോക്കുമ്പോ നമ്മൾ അറിയുകയില്ല. നമ്മള് വിചാരിച്ച ആരും ഉണ്ടാവില്ല. നോക്കുമ്പോ നിറയെ ആൾക്കാരാണ് രാത്രി 12 മണിക്ക്. ദേവു സമയം 12:30 രണ്ട് പിള്ളേർക്ക് ഓരോ പോയില്ല. കളിക്കുന്ന കളി നോക്കിയ എന്താ കളിക്കുന്ന നോക്കിയ മുട്ടി മുട്ടി ഇല്ല. ഇങ്ങനെ കൊണ്ടേക്കുന്നേ അങ്ങനെ 1:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പയ്യാമ്പലത്ത് നിന്ന് മടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾ പാനിപ്പൂരിയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കി. പാനിപ്പൂരി ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നന്നാറി സർബത്തൊക്കെ കുടിക്കാമെന്ന് വെച്ചിട്ട് ഈ ഒരു കടയിൽ വന്നതാണ്. ഇത് സിറ്റി സ്വദേശിയായ സിബിന് നടത്തുന്ന കടയാണ്. നമ്മളാദ്യം 2 നന്നാറി സർബത്തും ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ സർബത്തുമാണേ പറഞ്ഞത്. അത് തയ്യാറാക്കുന്ന തിരക്കിലാണ് ചങ്ങായി ഇപ്പോൾ. ഞങ്ങൾ പോകുമ്പോൾ ഈ സമയത്തും കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാര്യമായിട്ട് ഉപ്പിലിട്ടതൊക്കെയാണ്. മാങ്ങ, പൈനാപ്പിൾ, കക്കിരി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നന്നാറി സർബത്തൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഐസും കസ്കസും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി സർബത്ത്. പിന്നെ സർബത്തിനെ പറ്റിയിട്ടൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് എവിടെ നിന്ന് കുടിച്ചു കഴിഞ്ഞാലും ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. സർബത്ത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ കാര്യമായ കാര്യം ശ്രദ്ധിച്ചത്. അത് മറ്റൊന്നല്ലായിരുന്നു, അത് കച്ചാണ്, ലൊട്ടക്കച്ച്. നമ്മുടെ കണ്ണൂരുകാരുടെ, പ്രത്യേകിച്ച് സിറ്റിക്കാരുടെ ഒരു വികാരമാണ് ഈ ലൊട്ടക്കച്ച്. ലൊട്ടേൻ്റെ മുകളിൽ ആ ഒരു മസാല ഇങ്ങനെ ഒഴിച്ചിട്ട് തരും. അത് മിക്സാക്കിയിട്ട് അങ്ങനെ കഴിക്കുക. മസാല എന്ന് പറയുമ്പോൾ കുറച്ച് എരിവും പുളിയും ഒക്കെയുള്ള ഒരു ഐറ്റമാണ്. ഈ ലൊട്ടക്കച്ചിൻ്റെ അകത്ത് മസാല ഒഴിച്ചിട്ട് സ്പൂൺ ഇട്ടിട്ട് ഇങ്ങ് തരും. അത് നമ്മൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. ആ പുളിപ്പും എരിവും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഈ നേരമില്ലാത്ത നേരത്ത് പാതിരാക്ക് വന്ന് കഴിച്ചതായതുകൊണ്ട് ഓരോന്നിൻ്റെയും പ്രൈസൊന്നും നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിച്ച ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൊട്ടക്കച്ച്, ഒരു പ്ലേറ്റ് ലൊട്ടക്കച്ച്, അതുപോലെ തന്നെ 3 സർബത്ത്, പിന്നെ ഇത്തൂട്ടിൻ്റെ കൈമ കാണുന്ന ആ ഉപ്പിലിട്ട നെല്ലിക്ക, അതുപോലെ തന്നെ ഒരു നാരങ്ങ സോഡ, പിന്നെ ഒരു സിംഗിൾ നബാട്ടി. എല്ലാത്തിനും കൂടിയിട്ട് പ്രൈസ് വന്നത് 205 രൂപ മാത്രമാണേ. അങ്ങനെ രാത്രി 1 മണി കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ നിന്ന് മടങ്ങി. ഇതാ ബാക്കിലെല്ലാവരും വരുന്നുണ്ട്. ഇതാ
നമ്മൾ കച്ചും മൊജീറ്റും നന്നാറി സർബത്തും അതൊക്കെ കുടിച്ചിട്ട് മടങ്ങലാന്നേ. 41. ഇതാണ് നമ്മുടെ ചാലാട്ടുകാരുടെ ചാലിക്കാവ്. നമ്മൾ വരുന്ന സമയത്ത് കാവിലുള്ള കാര്യമായ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി രാത്രി കാവിലേക്കുള്ള കാഴ്ചവരവാണ് അടുത്തതായിട്ട് വരാനുള്ളത്. പിന്നെ വരുമ്പോൾ സ്ലേറ്റ് കളീൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഗംഭീര അനൗൺസ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ അതൊന്നും കട്ട് ചെയ്യാണ്ട് നിന്നത്. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, ഞങ്ങളെല്ലാം നാട്ടുകാരാണ്. പൊട്ടനാങ്കിൽ നിങ്ങളും തന്നെയായിരിക്കും പൊട്ടൻ. എന്തായാലും നാട്ടിലൊരു പൊട്ടൻ വേണം. ഈ പൊട്ടിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അതല്ലേ മൊത്തം ഹെൽമെറ്റ് വണ്ടിയിലുണ്ടെങ്കിൽ എടുത്തിടേണ്ട സമയമായിരിക്കുന്നു. പൈസ നമ്പർ എടുക്കുകയാണ്. 31, 63, 63 അടിച്ചിരിക്കുന്നു. ഒച്ചത്തിൽ വായിക്കൂ. 63, 25, 58, 41.